ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ വൈറൽ ഹിറ്റ് എന്ന പുതിയ നെറ്റ്ഫ്ലിക്സ് സീരീസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് സീരീസ് ഇതിൻ്റെ ഷോർട്ട് സിനോപ്സിസ്, ലൈക്ക് നോൺ സ്പോയിലർ ആയിട്ടുള്ള സിനോപ്സിസ് പറയുകയാണെങ്കിൽ, സ്കൂളിലെ കുറച്ച് ബുള്ളികൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി, അവർക്ക് കാശ് കിട്ടാൻ, അവർക്ക് വ്യൂസ് കിട്ടാൻ, അവരുടെ ഒരു ഉന്മാദത്തിനൊക്കെ വേണ്ടി അവർ ക്ലാസ്സിലെ ഒരു ചെറിയ ചെക്കൻ, ഒരു പയ്യനെ തല്ലി 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 അടിച്ച് അവനെ കളിയാക്കി, അവനെ ഓലം കെട്ടിച്ച് അവനിൽ നിന്ന് കാശുണ്ടാക്കുന്ന ഒരു തരം ബുള്ളികൾ. എന്നിട്ട് ഒരു ദിവസം ആ ഒരു ചെക്കൻ എഴുന്നേറ്റ് നിന്ന് ഇവർക്കൊക്കെ നല്ല ഇരട്ടി പണി കൊടുക്കുകയാണ്, അടിച്ച് തകർക്കുകയാണ് എല്ലാത്തിനെയും. അതാണ് ഇതിൻ്റെ കഥ. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ഭയങ്കര സ്പോയിലറായി പോകും. ഇതൊക്കെ ശരിക്കും ഒരു 5 മിനിറ്റിനുള്ള കാര്യം നടക്കണുള്ളൂ. ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ 5 മിനിറ്റ് ഇത്രയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ വേറെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. യൂട്യൂബിൻ്റെ കാര്യം, ലൈവിൻ്റെ കാര്യം, ലൈവിൽ കിട്ടുന്ന വ്യൂസുകൾ, പിന്നെ കാശിൻ്റെ കാര്യം, പിന്നെ ഈ ഒരു ബന്ധങ്ങളുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അതിലൊക്കെ ഒന്നും അധികം പോകുന്നില്ല, അത് കുറച്ച് സ്പോയിലർ ഭാഗത്തിലേക്കും. ബട്ട് സ്റ്റിൽ ഓവറോൾ ഈ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ രണ്ടാമത്തെ എപ്പിസോഡും ഞാൻ കുറച്ച് കണ്ടു. കാരണം ഫസ്റ്റ് എപ്പിസോഡ് നിന്ന ഭാഗത്തുനിന്ന് രണ്ടാമത് കാണാനുള്ള ഹുക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങിയത്. ബട്ട് സ്റ്റിൽ ഈ ഒരു എപ്പിസോഡ് പെട്ടെന്ന് തീർന്നുപോയി. ഫസ്റ്റ് എപ്പിസോഡ് ഷൂ എന്ന് പറഞ്ഞ് തീർന്നുപോയി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ എൻഗേജിങ് ആയിട്ട് പെട്ടെന്ന് തന്നെ തീർന്നുപോയി ഫസ്റ്റ് എപ്പിസോഡ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ക്വാളിറ്റി ഇത്തിരി ക്വസ്റ്റ്യബിൾ ആണ്. കാരണം അതിൻ്റെ സോങ്സ് എനിക്ക് അത്ര അങ്ങാണ്ട് ബോധിച്ചില്ല. സോങ്സിൽ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ തോന്നി. ഡബ്ബിങ് പിന്നെ എന്തെങ്കിലും നോക്കാം. ബട്ട് ഞാൻ ആക്ച്വലി ഇംഗ്ലീഷ് ഡബിലാണ് കണ്ടത്. പിന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ചിലവർ ഭയങ്കര വെറുപ്പിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ബട്ട് ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രെമിസ് വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി, യൂണിവേഴ്സൽ ആയിട്ടുള്ള സ്റ്റോറി. ഒരു അണ്ടർ ഡോഗ് എന്ന് വെച്ചാൽ എല്ലാത്തിനെയും സഹിച്ച് ജീവിക്കുന്ന പാവത്താനായ ഒരു ചെക്കൻ, അവൻ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇത് വളരെ റിലേറ്റബിൾ ആണ്. കുറേ കാര്യങ്ങളായിട്ട് ഇൻ ടേംസ് ഓഫ് ദ ലോകത്തിൽ തന്നെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഇതിനോട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഈ ഒരു അവസ്ഥയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അവൻ്റെ അമ്മക്ക് ചെറിയ പ്രശ്നമുണ്ട്, അപ്പം അതിന് കുറച്ച് കാശ് വേണം, അങ്ങനത്തെ കുറേ റീസൺസും എല്ലാനും കൊണ്ടും ഇവനൊരു ഫൈറ്റിലേക്ക് അങ്ങാട് തള്ളിവിടുന്ന പോലെ അങ്ങാട് വീഴുന്നതാണ് അവൻ. അവിടം വരെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി പറഞ്ഞാൽ ഭയങ്കര സ്പോയിലറായിപ്പോൾ. ഇതെല്ലാം ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെയുണ്ട്. ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അതിലാണ് ഞാൻ ഡെഫിനറ്റ്ലി എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ. ഇനിയും കാണും, അതിൻ്റെ റിവ്യൂ ഇനിയും ഇടും. ബട്ട് ഫോർ മീ സോ ഫാർ ഇറ്റ്സ് എ റിയലി ഗുഡ് എപ്പിസോഡ് ആൻഡ് ഇറ്റ്സ് എ വെരി ഫൺ എപ്പിസോഡ്. ഷൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തീർന്നു പോകുന്ന എപ്പിസോഡാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ വലിയ ഇൻട്രസ്റ്റിംഗ് തോന്നിയില്ല ആക്ച്വലി. ബട്ട് ഈ സീരീസ് ആക്ച്വലി കൊള്ളാം. ട്രെയിലർ പോലെ ഒരു സില്ലിനെസ് ഇല്ല, ഒരു കുറച്ചും കൂടി സീരിയസ് നോട്ടിലാണ് സംഭവം വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട് എൻ്റെ ഇടയിൽ. പിന്നെ ഈ യൂട്യൂബിൻ്റെ ഒരു സാധനം, ഇതിൽ നിന്ന് കിട്ടുന്ന ഈ വ്യൂസും വരുമാനവും അതിൻ്റെ കുറിച്ച് ഒരു റിയാലിറ്റിയും പറയുന്നുണ്ട്. സോ അതൊക്കെ തന്നെയാണ് എപ്പിസോഡ് 1 സോ ഫാർ ഇറ്റ്സ് സോ ഗോയിങ് സോ ഗുഡ്. സോ ലെറ്റ് സീ വാട്ട്സ് ഇൻ ദ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ 2-3 എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി പറയാം. ബൈ.